ഹായ് പ്രിയപ്പെട്ടവരെ, എൻ്റെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരിൽ പലരും ആവർത്തിച്ച് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മാരിയോയ്ക്കും ജിജിക്കുമെതിരെ അടുത്ത നാളുകളിൽ ചെയ്ത വീഡിയോകളൊക്കെ നോക്കിയിട്ട് ചിലർ പറഞ്ഞത് ഇതിലൊക്കെ ഇസ്ലാമിനെതിരെ കാര്യമായിട്ടൊന്നും നിങ്ങൾ പറയുന്നില്ല. ഇന്നും ഒന്ന് രണ്ടുപേർ വിളിച്ചു പറഞ്ഞു, ഇസ്ലാമിനെതിരെ കാര്യമായിട്ടൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ഖുറാനെതിരെയും ഇസ്ലാമിനെതിരെയും കൂടുതൽ വീഡിയോ ശക്തമായിട്ട് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. ക്രിസ്തീയ പ്രബോധകർക്ക് ഏറ്റവും അധികം ഇപ്പോൾ റീച്ച് കിട്ടുന്നത് ഇസ്ലാമിനെതിരെ, പ്രത്യേകിച്ച് ഖുറാനിലെ ചില അബദ്ധങ്ങളോ സെക്സ് വിഷയങ്ങളോ ഇങ്ങനെ പലതും അവരുടെ പ്രവാചകനെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടും ഒക്കെ അത്തരം വീഡിയോ ചെയ്യുന്നതിലൊക്കെയാണ് ഒത്തിരി റീച്ച് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് എടുത്തു നോക്കിയാൽ നിരവധി വചനപ്രഭാഷകർ ഇസ്ലാം പണ്ഡിതരാണ് എന്ന് തോന്നിയ പോലെ ഇസ്ലാം പണ്ഡിതരെ വെല്ലുന്ന തരത്തിൽ എല്ലാം ഹദീസും ഖുറാനും വളരെ അരച്ച് കലക്കി കുടിച്ച രീതിയിൽ അതിലെ ഓരോ പരാമർശങ്ങൾ നടത്തുന്ന, വ്യാഖ്യാനിക്കുന്ന, അങ്ങനെ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് ഇവരോടൊന്നും ഒരു യോജിപ്പുമില്ല. ഇവർ സുവിശേഷ പ്രസംഗം ചെയ്യുന്നതെങ്കിൽ സുവിശേഷത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. നിരവധി മതങ്ങൾ ഈ ലോകത്തിലുണ്ട്. അവർക്ക് അവരുടെ അബദ്ധങ്ങളുണ്ടാകാം, നല്ലതുണ്ടാകാം, എന്തുമാകട്ടെ, അവരവിടെ പ്രഘോഷിക്കട്ടെ. അതിനെക്കുറിച്ച് ഒരു ജീവിതത്തിൽ അതൊരു പ്രധാന വിഷയമായി കണ്ടുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുക, അവരുടെ പുറകെ കൂടുക, അവരെ സ്ഥിരമായി വേട്ടയാടുക, ആക്രമിക്കുക, അങ്ങനെ എന്തിനൊരു മതത്തെ ആക്ഷേപിക്കുന്നു? ഈ ഒരു മതം മാത്രമേ ഭൂമിയിലുള്ളൂ. ക്രൈസ്തവ വിശ്വാസത്തിലുള്ളവർ പ്രേക്ഷിതരാണെങ്കിൽ, വചനപ്രഭാഷകരാണെങ്കിൽ, ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി പോരാടുമ്പോൾ അനവധി മതവിഭാഗങ്ങളൊക്കെ ഇതിനെതിരെയുണ്ട്. അവിടെയൊക്കെ ഏറ്റുമുട്ടലുകളുടെ രീതിയിലേക്കൊന്നുമല്ല സഭ പോകുന്നത്. അങ്ങനെ ഏറ്റുമുട്ടേണ്ട ആവശ്യമുണ്ടെങ്കിൽ പോലും എല്ലാ മതങ്ങൾക്കെതിരെയും എല്ലായിടത്തും ഏറ്റുമുട്ടിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ കൂടിയും ഇവിടെ ഞാൻ പരാമർശിക്കുന്ന ചിലർ ആകെ ഏറ്റുമുട്ടുന്നത് ഇസ്ലാമിനെതിരെയാണ്. അങ്ങനെ ഒരു വൈരാഗ്യ ശത്രുത കാണേണ്ട കാര്യം എന്താണ്? അവിടെ അബദ്ധമുണ്ടെങ്കിൽ എന്ത്, അവരുടെ കാര്യം നോക്കട്ടെ. അതുകൊണ്ട് ഇസ്ലാമിനെതിരെ വീഡിയോ ചെയ്താൽ ഒത്തിരി റീച്ച് കിട്ടുമെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ വളരെ ബോധ്യമുണ്ട് എനിക്ക്. കാരണം വളരെ സെക്സ് അപ്പീലുള്ളതും അങ്ങനെ വൃത്തികേട് കാണിച്ചു, ഇങ്ങനെ വൃത്തികേട് കാണിച്ചു, അങ്ങനെ പ്രവാചകൻ കാണിച്ചു, ഇങ്ങനെ പ്രവാചകൻ കാണിച്ചു, ഉസ്താദ് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നല്ല അട്രാക്റ്റീവ് ടൈറ്റിലൊക്കെ ഇട്ട് വീഡിയോ ഇട്ടാൽ 10,000-കണക്കിന് വ്യൂവേഴ്സിനെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ എൻ്റെ പണി അതല്ല. എനിക്കങ്ങനെ ശത്രുത ഒരു മതത്തോടില്ല. ഞാൻ അവർക്കെതിരെ, ഇസ്ലാമിനെതിരെ ഞാനൊരു വീഡിയോയും ചെയ്യാൻ പോകുന്നില്ല. മാരിയോയ്ക്കും ജിജിക്കുമെതിരെ ചെയ്യുന്നത് ഇസ്ലാമിനെതിരെ എന്നതിലല്ല. ക്രൈസ്തവ വിശ്വാസത്തിനിടയ്ക്ക് ഇസ്ലാമിക പ്രബോധനങ്ങൾ മാരിയോ കയറ്റേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ടും എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുക, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രമാവുക എന്നതൊക്കെ പ്രധാനമായി കാണുന്നതുകൊണ്ടും ഞാൻ ചില കാര്യങ്ങൾ വിമർശിക്കുന്നു എന്ന് മാത്രം. ഇസ്ലാമിൽ നിന്ന് വന്ന ഒരാൾ എന്ന നിലയ്ക്കല്ല. അതുപോലെ മറ്റൊന്നാണ്, മാരിയയെ വിമർശിക്കുമ്പോഴും എനിക്ക് വ്യക്തിപരമായി വെറുപ്പ് അദ്ദേഹത്തോടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, അദ്ദേഹം ഈ നാളുകളിൽ എത്രയോ ആക്രമിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ആശയപരമായ വിശ്വാസപരമായ വിഷയങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് പലതരത്തിൽ വിശ്വാസത്തിൽ വികല കാഴ്ചപ്പാട് വന്നവരെയൊക്കെ വീണ്ടെടുക്കുക എന്ന ഉദ്ദേശത്തിലൊക്കെ ചെയ്യുന്നതാണ്. അത് വിശ്വാസപരമായ വിഷയം. സത്യത്തിൽ മാരിയോട് ഒരു വെറുപ്പും വെക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് പോലെയല്ല, മാരിയോ ശുദ്ധ ഉഡായിപ്പും ജിഹാദിയുമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ തെറി വിളിച്ചവരുണ്ട് കമൻറ്റിൽ. അത് ഞാൻ മാരിയോട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നത്. മനസ്സാക്ഷിയുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ 2-3 മാസത്തിനിടയിൽ വേടൻ വേട്ടയാടപ്പെടുന്നു, രാഹുൽ വേട്ടയാടപ്പെടുന്നു, ഇങ്ങനെ എത്രയോ പേര് വേട്ടയാടപ്പെടുന്നു സമൂഹത്തിൽ. അതുപോലെ മാരിയോയും വേട്ടയാടപ്പെടുന്നുണ്ട്. എന്നാൽ വേടനെയോ രാഹുലിനെയോ എത്രമാത്രം ആക്ഷേപിച്ചാലും പുച്ഛിച്ചാലും അതിലൊരു സങ്കടവും എനിക്കില്ല. അതിൻ്റെ പശ്ചാത്തലങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. അതുപോലെയൊന്നും മാരിയോ ചെയ്തിട്ടില്ല നിങ്ങളറിയണം. ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചാരി ഈറ്റിയെങ്കിൽ അതുകൊണ്ട് അയാൾ വ്യക്തിപരമായി വെറുക്കപ്പെടേണ്ടതോ അറപ്പോടെ കാണേണ്ടതോ ആയ ആളാകുന്നില്ല. നിങ്ങളൊക്കെ കൈകൂപ്പി വണങ്ങുന്ന ഈ ഇലക്ഷൻ കാലത്ത് നിങ്ങളൊക്കെ കൈകൂപ്പി വണങ്ങുന്ന വലിയ നേതാക്കന്മാരുണ്ടല്ലോ, അവർ കോടാനുകോടികൾ തട്ടിച്ചെടുക്കുന്നത് നിസ്സാരമായി തള്ളിക്കൊണ്ട് അവരെ പൂജിക്കുകയും മാരിയെ നിന്ദിക്കുകയും ചെയ്യുക എന്നതിൻ്റെ മീനിങ് എന്താണ്? ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണിത്. പബ്ലിക് വേട്ടയാടുന്നു എന്ന് മാത്രമല്ല, സ്വന്തം ഭാര്യയും മക്കളും അദ്ദേഹത്തെ വേട്ടയാടുന്നു. മാനസിക രോഗി എന്ന് പറഞ്ഞ് മുദ്രയിടിച്ചത് എന്ത് വിവരക്കേടാണ് സ്ത്രീ പറഞ്ഞത്? അവർക്ക് ഒരു മാനസിക പ്രശ്നവും മാരിയയ്ക്ക് ഇല്ല എന്നും ഈ നാളുകളിൽ എല്ലാവർക്കും തെളിവാകുന്നുണ്ട്. എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള ആളാണെങ്കിൽ ഇത്രമാത്രം വിവാദങ്ങളിൽ പെടുന്ന സമയത്ത് ആകെ മനസ്സിടിഞ്ഞു പോവുക, തളർന്നു പോവുക, എന്തെങ്കിലും പരസ്പര ബന്ധമില്ലാതെയൊക്കെ പറഞ്ഞു പോവുക എന്നതൊക്കെയല്ലേ വരാനുള്ളത്. എത്ര കൂർമ്മബുദ്ധിയോടെ, എത്ര മികച്ച രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതും ഇൻ്റർവ്യൂ പല ചാനലിന് കൊടുത്തു. ജിജി ഒറ്റയ്ക്കൊരു വീഡിയോ ചെയ്ത് പുറത്തു വിടുന്നുണ്ട്. ആർക്കും ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. മറുനാടൻ പലവട്ടം വിളിച്ചിട്ട് ഇൻ്റർവ്യൂവിന് ജിജി തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ്? ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, പല വിധത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ 1-2 അല്ല, നിരവധി ചാനലുകൾക്ക് മാരിയോ ഇൻ്റർവ്യൂ കൊടുത്തു, ഒത്തിരി ചോദ്യങ്ങൾ നേരിട്ടു. എന്നിട്ടും കരുത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അറിയണം, വളരെ മനക്കരുത്തുള്ള, ബുദ്ധിസ്ഥിരതയുള്ള, യാതൊരു മാനസിക പ്രശ്നമില്ലാത്ത ആളാണെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ 21 വർഷക്കാലം പുറത്തറിയാതെ ഞാൻ രഹസ്യമായി മരുന്ന് കൊടുത്തും പ്രത്യേകം കെയർ ചെയ്തും അദ്ദേഹത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചു എന്നാണ് ജിജി പറഞ്ഞത്. എന്നിട്ടോ
ജിജി കൈവിട്ടിട്ട് 1 വർഷത്തോളം ആകുന്നില്ലേ? ഇതിനിടയിൽ അയാൾ എന്താ വിഭ്രാന്തിയോടെ എന്തെങ്കിലും പുലമ്പിക്കൊണ്ട് നടക്കുകയാണോ? കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്ന മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. ഈ ദിവസങ്ങളിൽ മാരിയുടെ ചില പുസ്തകങ്ങൾ വായിക്കാനിടയായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത മനസ്സിലാകുന്നത്. പല വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത മനസ്സിലാകുന്നത്. ഇനി ഇസ്ലാമിനെതിരെ ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ച സംഘടനകളില്ലേ, കാസ പോലുള്ള സംഘടനകൾ, ശക്തമായ വിയോജിപ്പുള്ളത് ഞാൻ പരസ്യമായി അറിയിച്ചിട്ടുള്ളതാണ്. ഒരു ക്രിസ്തീയ സംഘടനാ നേതാവാണെങ്കിൽ ഒരു വിഭാഗത്തോട് മാത്രം വെറുപ്പ് വെച്ച് ഏറ്റുമുട്ടാതെ ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളായിരിക്കണം, ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആളായിരിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇസ്ലാമിനെ വിമർശിക്കുന്ന അനവധി പേരെ ഞാൻ അടുത്തറിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഊർജം കിട്ടുന്നത് മറ്റ് ചില മതങ്ങളിലെ ദുർമൂർത്തികളിൽ നിന്നൊക്കെയാണ്. ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണിത്. അടുത്തറിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്, ഇസ്ലാമിനെതിരെ ഘോര മുന്നേറുന്ന ഒരു ക്രൈസ്തവ നേതാവുമായി അടുത്ത് സംസാരിച്ചപ്പോഴാണ് എനിക്ക് അറിയുന്നത്, ഈ ആഴ്ച കുറച്ച് ആക്ഷേപം കൂടുതൽ അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അതെന്താണ്? അങ്ങനെ ദർശനമൊന്നും അയക്കുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ കൂടുതലായി ഞാൻ അന്വേഷിച്ചു. അതെന്നോട് പറഞ്ഞിരുന്നു ഞാൻ അറിഞ്ഞിരുന്നു എന്നൊക്കെ. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇദ്ദേഹം ആഴ്ചയ്ക്കൊന്നോ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ചില ജ്യോത്സ്യരെ കാണാറുണ്ട്. അയാൾക്ക് ആസ്ട്രോളജിക്കൽ അഡ്വൈസറുണ്ട്. ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞ പോലെ ഒരാഴ്ചയിലും കാര്യങ്ങളെ ഗണിച്ച് പറഞ്ഞു കൊടുക്കും. ചില പ്രശ്നങ്ങൾക്ക് തടയിടാനും ഇയാൾക്ക് കൂടുതൽ ശക്തി ലഭിക്കാനും ചെയ്യേണ്ട ചില കർമ്മങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നവരിൽ പ്രവർത്തിക്കുന്നത് മന്ത്രവാദ കൂടോത്ര ശക്തികളും നിരവധി ദേവന്മാരുമാണെന്ന് അറിയുമ്പോഴോ ചിലരുടെയൊക്കെ വീട്ടിൽ വെച്ചുപൂജ പോലും ഉള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കടുത്ത 1-ാം പ്രമാണ ലംഘനത്തിലായിരിക്കുന്നവർ, ഏതോ ദേവൻ്റെയും ദേവിയുടെയും ശക്തി നിറഞ്ഞു നിൽക്കുന്നവർ ഇസ്ലാമിനെതിരെ തെറി പറയുന്നെങ്കിൽ അത് വിഷലിപ്തമാണ്. ക്രിസ്തുവിൻ്റെ ചൈതന്യം നിറഞ്ഞാണ് ഒരുവൻ സംസാരിക്കേണ്ടത്. അങ്ങനെയാണോ എന്ന് വ്യക്തിപരമായി എനിക്കറിയത്തില്ലാത്തത് കൊണ്ട് എല്ലാവരും ഞാൻ ആക്ഷേപിക്കുകയില്ല. പക്ഷേ ഇത്തരക്കാരുമുണ്ട്, നല്ല വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിലും ഇത്തരക്കാരെ അവർ അകറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ മൊത്തത്തിൽ വിശ്വാസികളുടെ സമൂഹം എന്നും വിളിക്കാൻ കഴിയാത്തത് കൊണ്ട് പൊതുവായി സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുമില്ല. ഇതുപോലെ തന്നെയാണ് ഓണക്കുർബാന, ഓം ശാന്തി കുർബാന എന്നൊക്കെ പറഞ്ഞ് മൊത്തം ഹൈന്ദവവൽക്കരണത്തിന് വേണ്ടി ഇറങ്ങിയ ചില വ്യക്തികൾ തികഞ്ഞ ഇസ്ലാം കുടുക്കിൽപ്പെട്ടവരാണ്. സഭയ്ക്കുള്ളിലുള്ള ചില തെറ്റായ നീക്കങ്ങൾക്കെതിരെയൊക്കെ പോരാടുന്നത്. ആശയത്തോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനും അവരോടൊക്കെ അല്പം സഹകരിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തറിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, അവരിൽ മുഴങ്ങുന്ന ശബ്ദമൊന്നും ക്രിസ്തു ചൈതന്യം നിറഞ്ഞതിൻ്റേതല്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഇങ്ങനെയൊന്നും അല്ല, എങ്കിലും പലരുമുണ്ട്. അതൊന്നും വേണ്ട വരുന്ന ഡയറക്റ്റ് ചെയ്യാനൊന്നും സത്യവിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണെന്ന് പറയാനൊന്നും ഇവിടെ ആരുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ആശയത്തെ സപ്പോർട്ട് ചെയ്താൽ പോരെ, വ്യക്തി എന്തിനു നോക്കുന്നു എന്ന്. അങ്ങനെ പറ്റില്ല. ആശയത്തെ സപ്പോർട്ട് ചെയ്ത് വ്യക്തിയെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയാൽ ഈ ആശയവുമായി ബന്ധപ്പെട്ട് വ്യക്തിയുടെ പല പോസ്റ്റുകളും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ അറിയാതെ അവരോടൊരു അറ്റാച്ച്മെൻറ്റ് വരികയും അവരിലുള്ള അതേ അരൂപിയുടെ സ്വാധീന വലയത്തിലാവുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതുകൊണ്ട് അവനവൻ്റെ സുരക്ഷിതത്വം നോക്കണം, അവനവൻ്റെ പരിശുദ്ധാത്മ നിലനിർത്താൻ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പല മഹാന്മാരുടെ പ്രസംഗം കേൾക്കാൻ ഞാൻ മെനക്കെടാറില്ല. അതിങ്ങനെ വിശദീകരിക്കാം. വായ്നാറ്റമുള്ള ഒരു വ്യക്തി തൊട്ട് ചേർന്ന് നിന്ന് സംസാരിച്ചാൽ സംസാരം ഏറ്റവും പോസിറ്റീവ് തിങ്കിങ് ആണെങ്കിലും നിങ്ങൾക്ക് എത്ര യോജിപ്പുണ്ടെങ്കിലും ആ വായ്നാറ്റം സഹിക്ക വയ്യാതെ നിങ്ങൾ പിന്മാറുകയില്ലേ? എന്നാൽ അവൻ മൈക്കിന് മുമ്പിൽ 10,000 പ്രസംഗിച്ചാൽ ഒരാൾക്കെങ്കിലും വായ്നാറ്റത്തിൻ്റെ വിഷമം തോന്നുമോ? ഇല്ല. ഇതുപോലെ പറയുന്ന വ്യക്തികളിൽ വായ്നാറ്റം പോലെ തന്നെ ചില ദുഷ്ടാരൂപിയുടെ ബഹിർഗമനങ്ങളുണ്ട്. അതെല്ലാവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രസംഗം കേട്ടാൽ വായ്നാറ്റം സഹിച്ച് മണിക്കൂറുകൾ കേട്ടിരിക്കുന്നവൻ്റെ വിഷമം എന്നതിനേക്കാൾ ദുഷ്ടാരൂപിയുടെ സ്വാധീനമാണ് ചിലരുടെ നല്ല ആശയപ്രസംഗങ്ങൾ കേട്ടാൽ. ചില പള്ളിപ്രസംഗം പോലും ഇതുപോലെ അധപ്പതിച്ചു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ശരിയായ ക്രിസ്തീയ ചൈതന്യത്തിലല്ലാതെ ഇസ്ലാം ബന്ധനത്തിലോ ഹൈന്ദവ ബന്ധനത്തിലോ ആയവരുടെ പല പ്രസംഗങ്ങളും ഇങ്ങനെ ഞാൻ പല ചേരികളിലായി കേൾക്കാറുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അവഗണിക്കാറേ ഉള്ളൂ. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇസ്ലാമിനെതിരെ നീക്കം എൻ്റെ ഉദ്ദേശമല്ല. അങ്ങനെ വീഡിയോ ചെയ്ത് ഞാൻ കാശുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എത്ര തിന്മയുണ്ടെന്ന് നമ്മൾ ആരോപിച്ചാലും എത്രയോ നന്മയുണ്ട് ഓരോരുത്തരിലും എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാം വിമർശനം ഒരു ഫാഷനാക്കിയിരിക്കുന്ന ക്രൈസ്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എനർജി മുഴുവനും മറ്റൊരു മതത്തെ ആക്രമിച്ച് നഷ്ടപ്പെടുത്തേണ്ടതില്ല. അതൊന്നും ക്രിസ്തീയ ചൈതന്യമല്ല. എല്ലാവരെയും സ്നേഹിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ആരോട് സ്ഥിരമായി വെറുപ്പ് സൂക്ഷിക്കാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.